എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിവിധ സെമസ്റ്റർ പരീക്ഷകളുടെ ഫലം കാത്തിരിക്കുന്നവർ ഇക്കാര്യങ്ങൾ നിർബന്ധമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്കും കിട്ടും എട്ടിൻ്റെ പണി. വിശദമായ വാർത്തയിലേക്ക് തന്നെ നടക്കാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും അടിക്കേണ്ട മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനമറിയുന്ന വാർത്തയിലേക്ക് തന്നെ നടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഏത് സെമസ്റ്റർ ആയിക്കോട്ടെ, വിവിധ സെമസ്റ്ററുകളുടെ പരീക്ഷാ റിസൾട്ട് കാത്തിരിക്കുന്നവർ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്കിട്ട് പണി വരുമെന്നുള്ളത് 100% ഉറപ്പാണ്. സാധാരണ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഇപ്പോൾ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഏതാണ്ട് നിങ്ങളൊരു പ്ലാൻസ് തയ്യാറാക്കി വെച്ചിരിക്കണം. ഇപ്പോൾ പല വിദ്യാർത്ഥികളും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, റിസൾട്ട് വന്നു കഴിഞ്ഞ് പല വിദ്യാർത്ഥികളും നമ്മളോട് ചോദിക്കുന്നത് ഇതാണ്, വിചാരിച്ച മാർക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ റിസൾട്ട് ഹെൽഡാണ്. പല കാരണങ്ങളാണ്. പല വിദ്യാർത്ഥികൾക്ക് പല പ്രശ്നങ്ങളാണ് റിസൾട്ട് വന്നപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ചിലർക്ക് എന്ത് ചെയ്യും, സ്റ്റാറ്റിഫൈഡ് ആയ മാർക്ക് കിട്ടും, ചിലവർക്ക് ജയിച്ചാൽ മതിയെന്നേ കാണുള്ളൂ. ഇപ്പോൾ ജയിച്ചാൽ മതി എന്നുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ഇവിടെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ആ റിസൾട്ടിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് പാസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ അവർക്ക് കിട്ടാനുള്ളത് കിട്ടി. അവർക്ക് അവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പക്ഷേ വേറെ കുറേ വിദ്യാർത്ഥികൾക്ക് നിരവധി പ്രശ്നങ്ങൾ അവിടെ കിടപ്പുണ്ട് നിങ്ങളെ കാത്ത്. കാരണം ഇപ്പോൾ ഫുൾ മാർക്കും മറ്റു കാര്യങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ പരീക്ഷ നല്ല രീതിയിൽ എഴുതി, എന്നാൽ റിസൾട്ട് വന്നപ്പോൾ വേണ്ട രീതിയിലുള്ള മാർക്ക് വന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണി, ഈ 3 ഓപ്ഷൻസ് ആണ് നമുക്ക് നിലവിൽ ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. വിചാരിച്ച മാർക്ക് കിട്ടിയിട്ടില്ല, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ ഫോട്ടോ കോപ്പി പ്ലസ് സ്ക്രൂട്ടണിക്ക് നിങ്ങൾക്ക് കൊടുക്കാം. ഇത് 3 നിലവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ റീവാലുവേഷൻ കൊടുത്തു, അതുപോലെ തന്നെ സ്ക്രൂട്ടണി കൊടുത്തു. ഈ റീവാലുവേഷൻ കൊടുത്താലും നിങ്ങൾ സ്ക്രൂട്ടണി കൊടുത്താലും രണ്ട് സമയങ്ങളിലായിട്ടാണ്. ആദ്യം ഒന്നുകിൽ റീവാലുവേഷൻ അല്ലെങ്കിൽ സ്ക്രൂട്ടണി, എന്തായാലും രണ്ടും ഒരുമിച്ചായിരിക്കില്ല റിസൾട്ട് വരുന്നത്. രണ്ടും വേറെ ടൈമുകളിലായിരിക്കും അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക. അതുപോലെ തന്നെ എന്തുവാണ്, ഇപ്പോൾ ഇതിൽ ഏറ്റവും ഉചിതമായ മാർഗം നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ പരീക്ഷ എഴുതി, നിങ്ങൾ നല്ല രീതിയിൽ പരീക്ഷ എഴുതിയെങ്കിലും നിങ്ങൾ വിചാരിച്ച മാർക്ക് നിങ്ങൾക്ക് ആ പേപ്പറിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ മാർഗ്ഗം എന്ന് പറയുന്നത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഫോട്ടോ കോപ്പിയാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഫോട്ടോ കോപ്പിയാണ്. കാരണം എന്ന് പറയുന്നത് എന്താണ്, ഫോട്ടോ കോപ്പി ആകുമ്പോൾ നമുക്ക് കിട്ടും, നമ്മുടെ കൈ കിട്ടും. നമുക്ക് ഈ റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണി ഉണ്ടെങ്കിലും റീവാലുവേഷനും ഫോട്ടോ കോപ്പിയും എങ്ങനെയാണ് നടക്കുന്നത് അത് മറ്റൊരാൾ ചെയ്യുന്നതാണ്, നമുക്കത് കാണാൻ സാധിക്കില്ല. പക്ഷേ ഫോട്ടോ കോപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതിയ പേപ്പറിൻ്റെ കോപ്പി നമുക്ക് കിട്ടും. അപ്പം നമുക്ക് തന്നെ എന്ത് ചെയ്യാം, ആ പേപ്പർ ജസ്റ്റ് ഒന്ന് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള മറ്റ് അധ്യാപകരെ കൊണ്ട് ആ പേപ്പർ നോക്കിക്കാം. എവിടെയാണ് ഞാൻ വിചാരിച്ച മാർക്ക് തെറ്റിപ്പോയത്, ഞാൻ കണക്ക് കൂട്ടിയ മാർക്ക് എവിടെയാണ് പിശകിയത് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അധ്യാപകരെ കൊണ്ട് നോക്കിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കുമ്പോൾ കൂടുതൽ മാർക്ക് വരുന്നുണ്ട്, യൂണിവേഴ്സിറ്റി വാല്യുവേഷനിൽ വേണ്ടത്ര മാർക്ക് വന്നിട്ടില്ല, പേപ്പറിൽ ഉത്തരമുണ്ടായിട്ടും വേണ്ടത്ര മാർക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഫോട്ടോ കോപ്പിയിൽ എന്ത് ചെയ്യാൻ സാധിക്കും, യൂണിവേഴ്സിറ്റിയുടെ വാല്യുവേഷനിൽ യൂണിവേഴ്സിറ്റി അധ്യാപകർ എവിടെയാണോ മാർക്ക് ഇടാത്തത് ആ ഭാഗത്ത് ഒരു വട്ടം ചെയ്ത് ഇവിടെ മാർക്ക് ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ ഈ ഭാഗം അധ്യാപകർ പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് അവിടെ നിങ്ങൾക്ക് വട്ടം ഇടുകയോ ആ പോയിൻ്റ് അടിയിൽ വരയിടുകയോ മഷി കൊണ്ട് വരയിടുകയോ എന്നിവ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ പേപ്പർ സഹിതം യൂണിവേഴ്സിറ്റിയിലേക്ക് റിപ്പോർട്ട് അയക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അത് ആ പേപ്പർ ഇനിയും വാല്യുവേഷൻ ചെയ്യണം, ഈ പേപ്പറിൽ വേണ്ടത്ര മാർക്ക് വന്നിട്ടില്ല, ആദ്യം നോക്കിയ അധ്യാപകൻ്റെ പെശക് മൂലമാണ്, ആദ്യം നോക്കിയ അധ്യാപകൻ കൃത്യമായി നോക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്, ഈ പേപ്പറിൽ കുറച്ചും കൂടിയൊക്കെ മാർക്കുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എവിടെയാണോ അധ്യാപകൻ മാർക്ക് ഇടാത്തത് അവിടെ നിങ്ങൾക്ക് വട്ടം ചെയ്യുക, അടിവരയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ പേപ്പർ സഹിതം യൂണിവേഴ്സിറ്റിയിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി മറ്റൊരു അധ്യാപകനെ കൊണ്ട് നിങ്ങളുടെ പേപ്പർ വീണ്ടും വാല്യുവേഷൻ ചെയ്യിപ്പിക്കുന്നതാണ്. ഇനി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അടുത്തൊരു പ്രശ്നമുള്ള വിദ്യാർത്ഥികളാണ് അറ്റൻഡൻസ് ഇല്ലാത്ത കാരണം റിസൾട്ട് ഹെൽഡായ വിദ്യാർത്ഥികൾ. ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും, വേണ്ടത്ര അറ്റൻഡൻസ് ഇല്ലാത്ത കാരണം റിസൾട്ട് ഹെൽഡായി, കൺഡോണേഷൻ മറ്റു കാര്യങ്ങളൊക്കെ അടച്ചു, എന്നിട്ടും റിസൾട്ട് പെൻഡിങ്ങാണ്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, കൺഡോണേഷനും ഇപ്പോൾ നമുക്ക് വേണ്ടത്ര അറ്റൻഡൻസ് ഇല്ലെങ്കിൽ നമുക്ക് കൺഡോണേഷൻ അടച്ചാൽ മതി. പക്ഷേ ഈ കൺഡോണേഷൻ അടച്ചാലും നമുക്ക് എന്ത് ചെയ്യില്ല, എല്ലാ വിദ്യാർത്ഥികളുടെ ഒപ്പം നമ്മുടെ റിസൾട്ട് വരില്ല. എല്ലാ വിദ്യാർത്ഥികളുടെ ഒപ്പം റിസൾട്ട് വന്നു കഴിയുമ്പം റിസൾട്ട് വരില്ല. നമ്മൾ ചെക്ക് ചെയ്യാൻ നേരത്ത് എന്ത് ചെയ്യും, യുവർ റിസൾട്ട് വിത്ത് ഹെൽഡ്, യുവർ റിസൾട്ട് നോട്ട് പബ്ലിഷ്ഡ്, മിക്കവാറും യുവർ റിസൾട്ട് വിത്ത് ഹെൽഡ്, നിങ്ങളുടെ റിസൾട്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നായിരിക്കും കാണിക്കും. നമ്മൾ കൺഡോണേഷൻ അടച്ചിട്ടുണ്ടാകും.
അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ യൂണിവേഴ്സിറ്റിയിൽ വലിയ ലേറ്റ് ആകാറുണ്ട്. അതായത് കണ്ടോണേഷൻ വിദ്യാർത്ഥികളുടെ റിസൾട്ട് ചിലപ്പോൾ മാസങ്ങൾക്ക് ശേഷം മാത്രമാണ് വരിക. അപ്പോൾ ഇതിൻ്റെ പണി കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യാർത്ഥികൾക്കാണ്. കാരണം സെമസ്റ്റർ റിസൾട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമാണ് സപ്ലൈ ഉണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ അത് എഴുതാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ റിസൾട്ട് വിത്ത് ഇപ്പോൾ നിങ്ങൾക്ക് അറ്റൻഡൻസ് ഇല്ലാതെ വന്നു, നിങ്ങൾ കണ്ടോണേഷൻ അടച്ചു, നിങ്ങളുടെ റിസൾട്ട് പെൻഡിങ് ആണ്. ഇവിടെ എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോളേജിലെ സാക്ഷ്യപത്രം കൊണ്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. എനിക്ക് അറ്റൻഡൻസ് ഇല്ലായിരുന്നു, പക്ഷേ ഞാൻ വേണ്ടത്ര കണ്ടോണേഷൻ അടച്ചു, എന്നിട്ടും എൻ്റെ റിസൾട്ട് പെൻഡിങ് ആണ്, എനിക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് റിലീസ് ചെയ്ത് തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് കോളേജ് പ്രിൻസിപ്പാളുടെ ഒരു ലെറ്റർ മേടിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് പോകാം. എന്നല്ല, അങ്ങനെ പോവണം. അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ആ റിസൾട്ട് എപ്പോഴെങ്കിലും തരട്ടെ, എപ്പോഴെങ്കിലും ആ ഹെൽഡ് മാറ്റി റിസൾട്ട് പബ്ലിഷ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വെള്ളത്തിലാകാൻ പോകുന്നത് നിങ്ങളുടെ ഡിഗ്രിയാണ്. കാരണം നിങ്ങളുടെ റിസൾട്ട് വരേണ്ടത് യൂണിവേഴ്സിറ്റിയുടെയും കോളേജിൻ്റെ ആവശ്യമല്ല. നിങ്ങളുടെ റിസൾട്ട് വരേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. അപ്പം ഈ റിസൾട്ട് ഹെൽഡായ വിദ്യാർത്ഥികൾ അറ്റൻഡൻസിൻ്റെ പ്രശ്നം കാരണം കണ്ടോണേഷൻ അടച്ചല്ലോ. ഇപ്പോൾ നമ്മൾ അറ്റൻഡൻസിൻ്റെ ഷോർട്ടേജ് വന്നു, നമ്മൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കണ്ടോണേഷൻ അടച്ചു, ഇനി നമ്മുടെ റിസൾട്ട് തടഞ്ഞു വെക്കാൻ അവർക്ക് അധികാരമില്ല. നമ്മൾ കണ്ടോണേഷൻ അടയ്ക്കാതിരുന്നാൽ മാത്രമേ നമ്മുടെ റിസൾട്ട് തടഞ്ഞു വെക്കാൻ അവർക്ക് അധികാരമുള്ളൂ. നമ്മൾ കണ്ടോണേഷൻ അടച്ച സ്ഥിതിക്ക് നമ്മളുടെ റിസൾട്ട് തടയാനുള്ള ഒരു റൈറ്റും യൂണിവേഴ്സിറ്റിക്കില്ല. പക്ഷേ എന്നിട്ടും റിസൾട്ട് ഹെൽഡ് ആണെങ്കിൽ ഒറ്റ കാര്യം ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പ്രിൻസിപ്പാളുടെ ഒരു സാക്ഷ്യപത്രം കൊണ്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പാളുടെ ഒരു ലെറ്ററും കൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഞാൻ എന്ത് ചെയ്തു, എനിക്ക് അറ്റൻഡൻസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആക്കി കണ്ടോണേഷൻ കൃത്യമായിട്ട് അടച്ചു, പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ റിസൾട്ട് തടഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിനെ ചോദ്യം ചെയ്യാനും അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് വരുന്നത് കുറച്ചും കൂടെ വേഗത്തിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അല്ലെങ്കിൽ എപ്പോഴേലും വരട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ നിങ്ങളുടെ റിസൾട്ടാണ്, നിങ്ങളുടെ ഡിഗ്രിയാണ് അവതാളത്തിലാകുക. അതുകൊണ്ട് തന്നെ അറ്റൻഡൻസിൻ്റെ പ്രശ്നം കാരണം റിസൾട്ട് ഹെൽഡായി കിടക്കുന്നുണ്ടെങ്കിൽ, നിലവിൽ ഏതെങ്കിലും വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഹെൽഡായി കിടപ്പുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കോളേജ് പ്രിൻസിപ്പാളുടെ ഒരു ലെറ്ററും കൊണ്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവരോട് പറഞ്ഞ് ഞാൻ കണ്ടോണേഷൻ അടച്ചതാണല്ലോ, പിന്നെ എന്തിനാണ് എൻ്റെ റിസൾട്ട് തടഞ്ഞു വെക്കുന്നത്? കണ്ടോണേഷൻ അടയ്ക്കാത്ത വിദ്യാർത്ഥികളുടെ റിസൾട്ട് തടയാൻ റൈറ്റ് ഉണ്ട്. അങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയുടെ ഓർഡർ. ഇപ്പം കണ്ടോണേഷൻ അടയ്ക്കാത്ത വിദ്യാർത്ഥികളുടെ റിസൾട്ട് തടയും, പക്ഷേ കണ്ടോണേഷൻ അടച്ച വിദ്യാർത്ഥികളുടെ റിസൾട്ട് തടയാനുള്ള ഒരു റൈറ്റും ഇല്ല. എന്നിട്ടും അത് വിത്ത് ഹെൽഡ് ആണെങ്കിൽ, നിങ്ങൾ കണ്ടോണേഷൻ അടച്ചിട്ട് നിങ്ങളുടെ റിസൾട്ട് വിത്ത് ഹെൽഡ് ആണെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് ഡയറക്റ്റ് പോയിട്ട് നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ ഈ മാൽപ്രാക്ടീസ് സംഭവിച്ച വിദ്യാർത്ഥികളുടെ റിസൾട്ട്, അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ റിസൾട്ടും വിത്ത് ഹെൽഡ് തന്നെയായിരിക്കും കാണിക്കുക. അവിടെ നമ്മൾക്ക് അപ്പീൽ കൊടുക്കാനോ കാര്യങ്ങളോ നമുക്കൊന്നും സാധിക്കില്ല. കാരണം എന്താണ്? നമുക്കതിനു മുമ്പ് യൂണിവേഴ്സിറ്റി മെയിൽ ലഭിക്കും, നിങ്ങളുടെ മാൽപ്രാക്ടീസ് അല്ലെങ്കിൽ കോപ്പി അടിച്ചത് കാരണം നിങ്ങളുടെ റിസൾട്ട് തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ നമ്മൾക്ക് പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്കൊരു ഓൾറെഡി ഒരു മെയിൽ നമ്മുടെ ഇമെയിലിലേക്ക്, യൂണിവേഴ്സിറ്റി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നമുക്ക് ഓൾറെഡി ഒരു മെയിൽ ലഭിച്ചിട്ടുണ്ടാവും. ഇവിടെ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒറ്റ കാര്യം എന്ന് പറയുന്നത് ആ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടൂലെന്നുള്ളതാണ്. ആ റിസൾട്ട് ഹെൽഡ് ആയിട്ടുള്ളത് എന്നേക്കുമായിട്ട് അവിടെ ഹെൽഡ് ആയിട്ട് തന്നെ ഇരിക്കും. ആ പരീക്ഷാ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയില്ല. പകരം നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യം എന്ന് പറഞ്ഞാൽ ആ റിസൾട്ട് നോക്കിയിരിക്കാതെ, ആ റിസൾട്ട് വരില്ല, റിസൾട്ട് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അവിടെ നമുക്ക് ഒറ്റ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ, സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുക. തൊട്ടടുത്ത വർഷം സപ്ലിമെൻ്ററി പരീക്ഷ എഴുതുമ്പോൾ ഏത് റിസൾട്ടാണോ നിങ്ങൾ കോപ്പി അടിച്ചത് കാരണം, മാൽ പ്രാക്ടീസ് നടത്തിയത് കാരണം നിങ്ങളുടെ റിസൾട്ട് ഹെൽഡായി പോയത്, ഏത് റിസൾട്ടാണോ നിങ്ങളുടെ തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുന്നത്, ആ പരീക്ഷ തൊട്ടടുത്ത എക്സാമിൽ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ആയിട്ട് രജിസ്റ്റർ ചെയ്ത് എഴുതാം. അവിടെ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. തീർച്ചയായും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിലവിൽ പറയാനുള്ളത്. അപ്പോൾ റിസൾട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ പുതിയ കാണുന്നൊരു മൈ നെയിം ഈസ് കറ ഫോർ ദ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.